ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആവിയിൽ വേവിച്ചെടുത്ത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ ഡോ ആണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അളവ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് അര ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം ഇത് കൈ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ഞെരടി യോജിപ്പിച്ച് കൊടുക്കുക. ആ ഒരു എണ്ണ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതിനുശേഷം വെള്ളം ചേർത്തിട്ട് നമുക്ക് സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കാം. ഒരു മീഡിയം സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് സോഫ്റ്റായി പോവരുത്. ഇതുപോലെ കൂട്ടൊന്ന് തയ്യാറായി വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരത്തേക്ക് കൈയെടുക്കാതെ നല്ല പോലെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ കൂട്ട് ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു രീതിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ഞാനിവിടെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ആ ഒരു സമയത്ത് നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. ഫില്ലിംഗ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ചെറുപയർ പരിപ്പ് ഉപയോഗിച്ചാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ അര കപ്പ് അളവ് ചെറുപയർ പരിപ്പ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുത്തിരുന്നു. 2 മുതൽ 4 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് കുതിർത്തെടുത്താൽ മതി. അതുപോലെ കുതിർത്തെടുത്തിരിക്കുന്ന ചെറുപയർ പരിപ്പാണിത്. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളം നല്ല പോലെ പോയതിന് ശേഷം മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് അതിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇതിനി വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ സ്മൂത്തായിട്ടുള്ള പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ചേർക്കരുത്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി നല്ല കനം കുറച്ച് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് നല്ല ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം നല്ല ഫൈനായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചക്കറി ഇത് തന്നെ ചേർക്കണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ സാധാരണ ജീരകത്തിൻ്റെ പൊടിയും ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1/4 ടീസ്പൂൺ അളവിൽ ചാട്ട് മസാലയും ചേർത്തിട്ടുണ്ട്. ചാട്ട് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ അര ടീസ്പൂണോളം ലെമൺ ജ്യൂസ് ചേർത്താലും മതിയാകും. ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചേർക്കാൻ വേണ്ടി പോകുന്നത് കായത്തിൻ്റെ പൊടിയാണ്. ഒരുപാടൊന്നും ചേർക്കുന്നില്ല, 1-2 നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ എരിവിന് പാകത്തിന് ഞാനിവിടെ ഒരു പച്ചമുളക് ചേർത്തിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഞാൻ അര ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ എരിവിന് പാകത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പച്ചക്കറി ഇത് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിക്ക് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അഥവാ കൂട്ട് ഒരുപാട് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കടലപ്പൊടി ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ തിക്കായിട്ടുള്ള കൂട്ടായിട്ട് വേണം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കൂട്ട് തയ്യാറാക്കിയെടുക്കുന്ന അത്രയും സമയം ഞാനിവിടെ ഗോതമ്പിൻ്റെ കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. കൂട്ട് ഒന്നും കൂടെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ആ ഒരു മൊത്തം കൂട്ടെടുത്തിട്ട് പരത്തിയെടുക്കാനാണ് പോകുന്നത്. അപ്പം ഒരുപാട് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പരത്തിയെടുക്കുമ്പോൾ പറ്റുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പൊടി തൂവി കൊടുത്താൽ മതി. ഞാനിവിടെ ഒന്നും തന്നെ തൂവി കൊടുത്തിട്ടില്ല. ഈ ഒരു കനത്തിലാണ് ഞാനിപ്പോൾ പരത്തിയെടുത്തിരിക്കുന്നത്. ഒരുപാട് നേർത്ത് പരത്തിയെടുക്കണ്ട. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് കനം കുറച്ച് പരത്തിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മിക്സും കൂടെ വെച്ച് റോൾ ചെയ്തെടുക്കുമ്പോഴേക്കും പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മനസ്സിൽ കണ്ടിട്ട് ആ ഒരു കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂട്ട് ഞാനിപ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് വേണം പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ 2 സൈഡ് ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇതുപോലെ സീൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ കൂട്ട് പുറത്തേക്ക് പോവില്ല. അതിനുശേഷം ഒരു ഭാഗത്ത് നിന്നും ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. ഒരുപാട് കനം കുറച്ച് പരത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മെല്ലെ കൈകൊണ്ട് ഒന്ന് അമർത്തി നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഏറ്റവും അവസാനമുള്ള ഭാഗം നന്നായിട്ടൊന്ന് സീൽ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതുപോലെയാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഏത് പാത്രത്തിലാണോ ആവി കയറ്റാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നല്ല പോലെ തന്നെ എണ്ണ തടവിയെടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ആ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെക്കാം. എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, ശ്രദ്ധിച്ചെടുത്താൽ മതി.
അതിനുശേഷം ആ ഒരു സീൽ ചെയ്ത ഭാഗം അടിയിൽ വരുന്ന രീതിക്ക് വേണം നമ്മൾ ഇതൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ആവി കയറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റീമറിൽ കുറച്ച് വെള്ളമൊഴിച്ച് നേരത്തെ തന്നെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. വെള്ളം നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഇറക്കി വെക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 15 മുതൽ 20 മിനിറ്റ് നേരത്തേക്കാണ് ഇതൊന്ന് ആവി കയറ്റി എടുക്കേണ്ടത്. ഇത് ആവി കയറ്റുന്ന ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യാം, നിങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന റോളിൻ്റെ വലുപ്പത്തിനനുസരിച്ച്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 20 മിനിറ്റോളം നല്ലപോലെ തന്നെ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ചൂടൊക്കെ നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ഇത് ഡിമോൾഡ് ചെയ്ത് എടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിലും പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ചൂടൊക്കെ നല്ലപോലെ ആറി വന്നതിന് ശേഷം ഞാനിതൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. നിങ്ങൾക്ക് എത്രയാണോ കനത്തിൽ ആവശ്യമായിട്ടുള്ളത് ആ ഒരു കനത്തിൽ നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ അതാ ഈ ഒരു രീതിക്കാണ് ഞാനിതിപ്പോൾ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടി നല്ല രുചി തന്നെയാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് തന്നെ കഴിച്ചോളൂ. ഞാനിതിപ്പം ഒന്ന് ഫ്രൈ ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ രുചി ഒന്നും കൂടെ കൂടും, അതുപോലെ തന്നെ ടെക്സ്ചറും ഒന്ന് മാറി വരും. അപ്പോൾ അത് മുക്കി പൊരിക്കാനായിട്ട് ഞാനിവിടെ ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് അളവ് കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒരുപാട് വേണ്ട, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ അളവിൽ എള്ളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളുത്തതോ കറുത്തതോ ആയിട്ടുള്ള എള്ള് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ലിക്വിഡ് ആയിട്ടുള്ള കൂട്ടായിട്ട് വേണം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കട്ടിയാവേണ്ട ആവശ്യമില്ല. നമ്മളിതൊന്ന് മുക്കി കവർ ചെയ്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ കൂട്ട് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഒരുപാട് കട്ടിയുമില്ല എന്നാൽ ഒരുപാട് ലൂസും അല്ല. ആ ഒരു നമ്മൾ മുക്കി പൊരിക്കാൻ പാകത്തിനാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഓയിലൊന്നും എടുത്തിട്ടില്ല, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ഈ ഒരു കടലമാവിൻ്റെ മിക്സിൽ നല്ലപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് രണ്ടാമത്തെ രീതി മാത്രമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം ഡയറക്റ്റായിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അതും നല്ല രുചി തന്നെയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പുറമേത്തെ ലെയർ നല്ല ക്രിസ്പി ആയിട്ട് വരും. അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്സ്ചറിലും ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകും. ആ ഒരു രീതിക്കും നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ സെയിം പലഹാരം തന്നെ നമുക്ക് 2 രീതിക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഭാഗം നല്ലപോലെ ഫ്രൈ ആയി വന്നതിന് ശേഷം ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ എല്ലാം തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇപ്പോൾ നമ്മളുടെ പലഹാരം ഇരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 2 രീതിക്ക് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ ഒരു രീതിക്ക് മാത്രം തയ്യാറാക്കി എടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറഞ്ഞ ചേരുവയിൽ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന ഫില്ലിങ് ഒരല്പം വ്യത്യസ്തമായിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.